ഹലോ, നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആട്ടപ്പൊടി വെച്ചിട്ടൊരു റെസിപ്പിയാണ്. പുകഴയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം അങ്ങനെ പാർന്നിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് അതിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടിയും കുഴച്ചിട്ടാണ് വെക്കുക. അപ്പോൾ അതിന് മാവ് ആദ്യം കുഴച്ചെടുത്ത് അത് പ്രസ്സിൽ അമർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് നിറക്കണം കേട്ടോ. അപ്പോൾ ഇത് തേങ്ങയ്ക്ക് നമ്മൾ ശർക്കരപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ ശർക്കരപ്പൊടി ഇട്ടുകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് പ്രസ്സിൽ വെച്ചിട്ട് നമ്മൾ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫില്ലിങ് നിറച്ചെടുക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പത്തിരിയും കൂടിയും പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത് ഓരോ പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുപ്പീൻ്റെ അടപ്പോ എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം, എന്നാലേ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുള്ളൂ. അത് തമ്മിൽ വേറിട്ട് പോരാത്ത രൂപത്തിൽ. അപ്പോൾ അതാ ഇങ്ങനെ ഈ രൂപത്തിലാവണം കേട്ടോ. നമ്മൾ ഓരോന്നും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ബാക്കി വരുന്നത് നമ്മൾ പിന്നെ ഒന്നുകൂടി ഇതിങ്ങനെ ആ റൗണ്ട് എടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പത്തിരിയാക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതതിൻ്റെ അങ്ങനെ മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടി വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായ ശേഷം അതിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നും വെച്ച് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ പൂവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.